സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് അതേ കോളേജിൽ തന്നെയാണ്, കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കാക്കനാട്. കുട്ടികളൊക്കെ ഇങ്ങനെ വളരെ ത്രില്ലിലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കുട്ടികളുടെ അടുത്തോട്ട് പോകാം. ഓക്കെ. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത് നരിമാൻ, സുരേഷ് ഗോപി ചെയ്ത ഒരു കഥാപാത്രമാണ് നരിമാൻ എന്ന സിനിമയിൽ. സുരേഷ് ഗോപി കുറേ കഥാപാത്രങ്ങൾ പോലീസ് വേഷത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് പൊൻതൂവലുകളിൽ ഒരു തൂവൽ കൂടിയാണ് ഈ നരിമാനിലെ വേഷം. നമുക്ക് ആ പഞ്ച് ഡയലോഗ് കുട്ടികൾ ചെയ്യുമ്പോൾ അത് പഞ്ചാകുമോ പഞ്ചറാകുമോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ വീണ്ടും കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തന്നെയാണ്. ഇത് മറ്റൊരു ബാച്ചാണ്. ഇവർ എന്താണെന്ന് ഞാൻ കൂടുതൽ പറയുന്നത് ഇവരുടെ പെർഫോമൻസ് കണ്ട് തന്നെ നിങ്ങൾ വിലയിരുത്തും. ആദ്യം തന്നെ ഞാൻ വിളിക്കുന്നു അഫ്സാന. എന്തൊക്കെയാണ് അഫ്സാന? നല്ല വിശേഷം. ഏത് ക്ലാസ്സിലാണ് അഫ്സാന പഠിക്കുന്നത്? ഞാൻ ഫൈനൽ ഇയർ BBA. ഓക്കെ. എവിടെയാണ് നാട്? എൻ്റെ നാട് പത്തനംതിട്ടയാണ്. അപ്പൊ അഫ്സാനയുടെ മനോഹരമായ ഒരു പാട്ടോട് കൂടിയാണ് നമ്മുടെ എപ്പിസോഡ് തന്നെ ആരംഭിക്കാൻ പോകുന്നത്. 4 വരി മനോഹരമായ ഒരു പാട്ടോട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടിട്ടോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട് ചാഞ്ചാട്, വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാളി പപ്പാളി അച്ചങ്ങ മിച്ചങ്ങ പിച്ചങ്ങയോടൊപ്പം പിച്ച നടന്നു ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട് ചാഞ്ചാട്, കുഞ്ഞോളെ കുമ്പാളെ മാമുണ്ട് ചാഞ്ചാട്. അപ്പൊ നമുക്ക് നമ്മുടെ ആക്ടിങ്ങിലേക്ക് പോവാം. ഓക്കെ, റെഡി, ആക്ഷൻ. ഹൈവേയിൽ വണ്ടി തട്ടി. കുഴപ്പമില്ല, റിലാക്സ്. ആദ്യം വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ അരയിലും പോക്കറ്റിലും തപ്പാൻ ഏതൊരു കള്ളനും ഒന്നറയ്ക്കും. അത് ചെയ്യാനുള്ള ചങ്കൂറ്റം ഈ ഭീമ മലയാളത്തിൽ ഒരൊറ്റൊരുത്തനേ ഉള്ളൂ. സമാരാധനയായ മാണിച്ചത്. ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ അരയിലും പോക്കറ്റിലും തപ്പാൻ ഏതൊരു കള്ളനും ഒന്നറയ്ക്കും. അത് ഈ ആദ്യം കുഴപ്പമില്ല, സംഭവിക്കുന്നത്. അത് ചെയ്യാനുള്ള ചങ്കൂറ്റം ഈ ഭൂമി മലയാളത്തിൽ ഒരൊറ്റൊരുത്തനേ ഉള്ളൂ. സമാരാധനയായ മാണി ഫിലിപ്പോസിന്റെ പിഴച്ച സന്തതി തോമസ് ഫിലിപ്പോസ്. വെറും കള്ളൻ അഴുകിയാൽ പെരുങ്കള്ളനാകും. അഴുകിയാൽ. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട്. കുതിരവട്ടമല്ലല്ലോ. വെറും കള്ളൻ അഴുകിയാൽ പെരുങ്കള്ളനാകും. പെരുങ്കള്ളൻ അഴുകിയാൽ കൊള്ളക്കാരനാകും. കൊള്ളക്കാരൻ ചീനെന്നറിയാൽ ഫിലിപ്പോസ് ആകും. ഫിലിപ്പോസ് ആയാൽ എന്തുമാകാം. ഏത് നായ്ക്കളുടെയും ക്രിമിനലിന്റെയും മുട്ടുകുത്തുന്ന അടിയന്തരക്കാരുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. പക്ഷെ അതിലും താഴെ അവർ കടത്തിവെട്ടി. And I am ashamed to tell you that you are a disgrace to police civilization. Entire police civilization. മനുവിന്റെ കാര്യത്തിൽ നിയമം മാത്രമേ തോറ്റിട്ടുള്ളൂ. നരിമാൻ ഇപ്പോഴും ഇവിടെ ജീവനോടെ ഉണ്ട്. റിമെമ്പർ ദാറ്റ്. എന്താണ് പേര്? അൻസിൽ. അൻസിൽ എവിടെ നാട്? കൊല്ലത്താണ്. കുറെ കൊല്ലക്കാരാണ്. ഓക്കെ, ഏതാണ് പഠിക്കുന്നത്? ഞാൻ BBA സെക്കൻഡ് ഇയർ. ഒരു പാട്ടോട് തുടങ്ങല്ലേ? എനിക്ക് പാട്ടൊന്നുമില്ല. എന്നാണ് ആക്ഷനിലേക്ക്. റെഡി, ആക്ഷൻ. ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ അരയിലും പോക്കറ്റിലും തപ്പാൻ ഏതൊരു കള്ളനൊന്നും വിറയ്ക്കും. അയ്യോ, അങ്ങനെ SSLC പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കുളച്ച് പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ? മോൻ ഇത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. എനിക്കില്ലേ വസു? അശോകം കുടിക്കണ്ട.
അശോകന് ക്ഷീണമാകാം. അറയ്ക്കും. ആ ചെയ്യാനുള്ള ചങ്കൂറ്റം ഈ ഭൂമി മലയാളത്തിൽ ഒറ്റൊരുത്തനേ ഉള്ളൂ. ആർക്കാ? സമാധാന പ്രിയനായ സമാധിയായ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ? എന്തായാലും ബലം ഒന്ന് തന്നെയല്ലേ. ഒന്ന് വെറുതെ ഇടോ. സമാരാധന മണി ഫിലിപ്പോസിന്റെ പേഴ്ച സന്തതി തോമസ് ഫിലിപ്പോസ്. വെറും കള്ളൻ അഴുകിയ പെരുങ്കള്ളനാവും, പെരുങ്കള്ളൻ അഴുകിയ കൊള്ളക്കാരനാവും, കൊള്ളക്കാരൻ അഴുകിയ മണി ഫിലിപ്പ് അല്ല ചീനെന്നറിയാൽ തോമസ് ഫിലിപ്പോസ്. ആ ഫിലിപ്പോസ് സാഹിബിന് എന്താവാലോ. അങ്ങനെ ഭയങ്കര അനക്കാരുടെ ഒരു പേര് ലൂസാന്ന് പറഞ്ഞേ, അനക്കൊരു പേര് കൂടുതൽ. ഏത് നായ്കളെയും കാലിൽ ഏത് ക്രിമിനൽസിന്റെയും മുട്ടുകുത്തുന്ന പോലീസ് അല്ല ഏത് ഗുണ്ടകളെയും ഏത് നായ്ക്കളെയും ക്രിമിനൽസിന് മുന്നിലും മുട്ടുകുത്തുന്ന അടിയന്തരക്കാരായ കുറെ പേര് കാണുമായിരിക്കും. അല്ല അടിയന്തരക്കാരനായ അടിയന്തര ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട്. അടിയന്തര ഡിപ്പാർട്ട്മെന്റ്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? അടിയന്തരക്കാർ ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. And I'm ashamed to tell you that you are an entire disgrace to a police civilization. അല്ലേ? I am ashamed to tell you that you are an disgrace to our entire police civilization. മനുവിന്റെ കാര്യത്തിന് നിയമം മാത്രമേ തോറ്റിട്ടുള്ളൂ. നാരിമാൻ ഇപ്പോഴും ജീവനോടുണ്ട്. ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ജസ്റ്റ് പെരുവഴിയിൽ ഒരു കുഴിയാണ് പറഞ്ഞേ. പെരുവഴിയിൽ ഒരു കുഴിയാണ്. വഴിയല്ല, വഴി. പെരുവഴിയിൽ ഒരു കുഴിയാണ്. വഴിയിൽ ഒരു കുഴിയാണ്. പെട്ടെന്ന് പറ. പെരുവഴിയിൽ ഒരു കുഴിയാണ്. വഴിയുടെ പെരുവഴിയിൽ ഒരു കുഴിയാണ്. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? എന്താണ് പേര്? ദീക്ഷ. എവിടെയാ നാട്? പാലക്കാട്. ഏതിനാ പഠിക്കുന്നത്? സെക്കൻഡ് ഇയർ BBA. അപ്പൊ ദീക്ഷയുടെ വളരെ പ്രതീക്ഷയുള്ള ഒരു പാട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അറിയത്തില്ല. അപ്പൊ പിന്നെ ആക്ടിങ്ങിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. റെഡി, ആക്ഷൻ. ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ അരയിലും പോക്കറ്റിലും തപ്പാൻ എത്ര വലിയ കള്ളനും ഒന്നരയ്ക്കും. അത് ചെയ്യാനുള്ള ചങ്കൂറ്റം ഈ ഭൂമി മലയാളത്തിൽ ഒറ്റൊരുത്തനേ ഉള്ളൂ. സമാരാധനായ മാണി ഫിലിപ്പോസിന്റെ പിഴച്ച സന്തതിയായ തോമസ് ഫിലിപ്പോസിനെ. വെറും കള്ളൻ അഴുകിയാൽ പെരുങ്കള്ളനാവും, പെരുങ്കള്ളൻ അഴുകിയാൽ കൊള്ളക്കാരനാവും, കൊള്ളക്കാരൻ ചീഞ്ഞു നാറിയാൽ ഫിലിപ്പോസ് ആവും, ഫിലിപ്പോസ് ആയാൽ പിന്നെ എന്തുമാവാം. ഏത് നായ്ക്കളുടെയും ക്രിമിനൽസിന്റെയും മുമ്പിൽ മുട്ടുകൊത്തുന്ന അടിയന്തരക്കാരുണ്ട്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ചോദിക്കാതെ നമസ്കാരം പറയരുത്. അടിയന്തരക്കാർ ഒരുപാടുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. പോലീസ്. അതിലും താൻ അവരെ കടത്തി വെട്ടി. I am ashamed to tell you that you are disgrace entire police civilization. അല്ല, ഇവിടുന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുവിന്റെ കാര്യത്തിൽ നിയമം മാത്രമേ തോറ്റിട്ടുള്ളൂ. നരിമാൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. Let remind you that. ശരി, പൊക്കോളൂ. ചുറ്റിക്കറങ്ങിട്ട് സമയമുണ്ടേ ക്ലാസ്സിൽ കയറ. എന്തെല്ലാം കണ്ട ഈ ജന്മം തീരും. പേരെന്താണ്? അഭിജിത്ത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ തേർഡ് ഇയർ BBA. നാട് എവിടെയാണ്? മലപ്പുറം. അപ്പം മലപ്പുറത്ത് നിന്ന് വരുന്ന അഭിജിത്ത് തൻ്റെ പഠനത്തോടൊപ്പം അദ്ദേഹത്തിന് ഒരു പരിപാടി ഉണ്ട്. വളരെ നല്ലൊരു റാപ്പർ കൂടിയാണ്, ഇല്ലേ? ഒന്നാം തരം റാപ്പ് സോങ് കോളേജിൽ തന്നെ പാടി ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ റാപ്പ് നമുക്ക് ഇവിടെ ഒന്ന് കേൾക്കാൻ പോവുകയാണ്. ലാത്തിരി പുത്തിരി കത്തിച്ച കൽബില് തേനൊലിക്കണ രാവിന്റെ ചുട്ടിലും അഴകത്തൊരു മാല ചൂടണ രോള്, മരന്റെ കൽബിന് ആനന്ദമുത്തുന്ന ചുഞ്ചരമുഞ്ചുള്ള നാള്, ഓളന്ന പത്തിക്കിതാവിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവോളാണേ രാവോനാണേ ഇൻസന്നൂരിൽ നോരാണേ ഓരോത്തരം ആലങ്ങളിൽ നാനാത്തരം
പഞ്ചത്തിലെ താളത്തിലെ ഗാനത്തിൽ പാടുന്നൊരു ഓളത്തില് കൂട്ടായി താനാനായി ഓടുണ്ട്. ഓളിനോ ഓനിന്നൊരു വ്യത്യാസവുമില്ലെന്നൊരു ഇനിയുള്ളൊരു കാണത്ത് കാണാനോ ബാക്കിയുള്ളത്. അപ്പോൾ അതൊരു വെറൈറ്റി ഒരു മാപ്പിള രാഗത്തിൽ വന്നൊരു പ്രത്യേകതരം റാപ്പ് സോങ് ആയിരുന്നു. പിന്നെ നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകാം. റെഡി, ആക്ഷൻ. ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ ഒന്ന് ആക്ട് ചെയ്ത് പറഞ്ഞാൽ ചിലപ്പോൾ പ്രൈസ് നീ ഞാൻ കൊണ്ടുപോകും. മനസ്സിലായി? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. റെഡി. ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ ആരെയിലും പോക്കറ്റിലും തപ്പാൻ എത്ര വലിയ കള്ളനും ഒന്നറയ്ക്കും. അത് ചെയ്യാനുള്ള ചങ്കൂറ്റം ഈ ഭൂമി മലയാളത്തിൽ ഒരൊറ്റ ആൾക്കേ ഉള്ളൂ. സമാരാധനായ മാണി ഫിലിപ്പോസിന്റെ പിഴച്ച സന്തതിയായ തോമസ് ഫിലിപ്പോസിന് വെറുങ്കള്ളൻ അഴുകിയാൽ പെരുങ്കള്ളനാകും, പെരുങ്കള്ളൻ അഴുകിയാൽ കൊള്ളക്കാരനാകും, കൊള്ളക്കാരൻ ചീഞ്ഞു നാറിയാൽ അത് ഫിലിപ്പോസ് ആവും, ഫിലിപ്പോസ് ആയാൽ പിന്നെ എന്തുമാകാലോ. അമ്പട കേമാ സണ്ണിക്കുട്ട. ഏത് നായ്ക്കളുടെയും ക്രിമിനൽസിന്റെയും മുന്നിൽ മുട്ടുകുത്താൻ ഒരുപാട് അടിയന്തരക്കാരുണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിൽ. And I am ashamed to tell you that you are a disgrace for this entire police civilization. മനുവിന്റെ കാര്യത്തിൽ നിയമം മാത്രമേ തോറ്റിട്ടുള്ളൂ. നരിമാൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. ലെറ്റ് മീ റിമൈൻഡ് യു ദാറ്റ്. സീരിയസ് ആയിട്ട് എനിക്ക് ഡയലോഗ് പറയാൻ അറിയില്ല. ഞാൻ ഡയലോഗ് പറയാൻ പറഞ്ഞില്ലല്ലേ. അങ്ങോട്ട് പോകെ മുറ്റത്തൊരു മൈന കണ്ട. എൻ്റെ അടുത്ത് ഓൾറെഡി ഇവിടെ കോർഡിനേറ്റ് ചെയ്ത അംശത്തിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ കൂട്ടത്തിൽ മോൾക്ക് മാത്രം ഡയലോഗ് പഠിക്കാൻ ഇച്ചിരി ഇതുണ്ട്. കാരണം ഒരുപാട് ഇവിടെ വേറെ പഠിക്കാനുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് ഒരുപാട് പ്രാരാബ്ദങ്ങൾ തലയിൽ ചുമക്കുന്ന കുട്ടിയായതുകൊണ്ട് സ്ക്രിപ്റ്റ് ഒന്നും പഠിക്കില്ല. പക്ഷെ മനോഹരമായി പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പൊ ആ പാട്ട് പാടിട്ട് ഞാൻ വിടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഇവിടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? BBA. കറക്റ്റ് പേരെന്ന് പറയാം? അനീസ ഫർസാന. അനീസ ഫർസാന എവിടെയാണ് നാട്? മലപ്പുറം പെരിന്തൽമണ്ണ. ഇതൊക്കെ ഓർത്ത് പറയുന്നില്ല. അനീസ ഫർസാനയുടെ മനോഹരമായ ഒരു ഗാനം നമ്മളിപ്പോൾ കേൾക്കാൻ പോവാണ്. എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. അല്ല, ഞാൻ മനോഹരം പറഞ്ഞോട്ടെ, അത് പഠിക്കൂ. ഓക്കെ, പഠിക്കും. അനീസ ഫർസാന. എന്താണ് ഫർസാന ഇങ്ങനെ? ഫർസാന ഇതെന്താ ഒളിച്ച് മറ്റേ ഹൈ ഡാൻസ് എനിക്ക് കളിക്കുന്നു. ഡാൻസോ എവിടെ? എന്റെ തല കറക്കല്ലേ, ഇങ്ങോട്ടൊന്നും. അനീസ ഫർസാന ഏത് പാട്ടാ പാടും? എനിക്കറിയാം, ഞാനിവിടെ കൊടുക്കണ്ട. ഏതാ? കൺമണി അൻപോ. സൂപ്പർ പാട്ടാണ്. കുറച്ച് മതി. നിങ്ങൾ കൂടുതലൊന്നും ഇതാവരുത്. പല്ലവി അനുപല്ലവിയും മാത്രമേ പാടത്തുള്ളൂ. ചരണം ഞാൻ പാടിക്കോളാം. ശരി, റെഡി. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்க சௌக்கியம்தான். உன்னை எண்ணி பார்க்கையில் கவிதை குற்றது, அதை எழுதி நினைக்கையில் வார்த்தை முற்றுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இங்க சௌக்கியம்தான். ഡയലോഗ് പറയണ്ടെന്ന് അത് ഞാൻ ഓൾറെഡി നീ പഠിച്ചിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു. മനോഹരമായിട്ട് പാടിയായിരുന്നു. ഇനി ചെറിയൊരു ടങ് ട്വിസ്റ്റർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. അത് പറയാതെ ആണെങ്കിൽ ഓക്കെ. അങ്ങോട്ട് നോക്ക്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. എന്തോന്ന്? മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. നിർത്താതെ 3 പ്രാവശ്യം പറഞ്ഞു. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. അത് നിർത്താതെ ഫാസ്റ്റ് 3 പ്രാവശ്യം പറഞ്ഞിട്ട് വയ്ക്കാം. റെഡി? മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. റെഡി? 1 2 3 സ്റ്റാർട്ട്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ഒന്നുകൂടെ കറക്റ്റ് 3 പ്രാവശ്യം പറഞ്ഞു. റെഡി? 1 2 3 അത് നടക്കില്ല. ബ്ലഡ് പ്രളയം എന്നൊക്കെ എങ്ങനെ പറയാ? അതാ പറയുന്നത്. 1 2 3 സ്റ്റാർട്ട്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം.
ഇത് ചെലവെടുത്തിട്ട് എത്ര ക്ലിയർ ആയിട്ടില്ല പറഞ്ഞു. ഞാൻ പോകുന്നു. ബൈ ബൈ. എന്താ പേര്? നിഹാൽ, നിഹാൻ. നിഹാൻ എവിടെയാണ് നിഹാന്റെ വീട്? തൃശ്ശൂർ. ഏതിനാ പഠിക്കുന്നത്? ഞാൻ അവിടെ BBA സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. റെഡി, മറന്നു ആക്ഷൻ. മറന്നു. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ അരയിലും പോക്കറ്റിലും തപ്പാൻ. ഗിരേട്ടൻ ഡാവ് ഫോമിലാണല്ലോ. അരയിലും പോക്കറ്റിലും തപ്പാനേ. അരയിലും പോക്കറ്റിലും തപ്പാൻ എത്ര വല്ല കള്ളനും ഒന്ന് അറക്കും. അത് ചെയ്യാൻ ഈ ഭൂമി വലയത്തിൽ ഒറ്റൊരുത്തനേ ഉള്ളൂ. സമാരാധ്യനായ അല്ല സമാരാധനായ മാണിക്കുഞ്ഞ്. അല്ല, മല 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 കുഞ്ഞിന്റെ പേര് മല. മലയോ? പോലീസിനെ വിളി. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്? കഴുത, മഴ കഴുത. മാണി ഫിലിപ്പോസിന്റെ പിഴച്ച സന്ധ്യയായ തോമസ് ഫിലിപ്പോസിനെ വെറും കള്ളനായ പെരുങ്കള്ളൻ അളിഞ്ഞാൽ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? സോറി, വന്ന വഴി മറന്നുപോയി. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. വെറും കള്ളൻ അഴുകിയാൽ പെരുങ്കള്ളനാവും. പെരുങ്കള്ളൻ അഴുകിയാൽ കൊള്ളക്കാരനാവും. കൊള്ളക്കാരൻ അഴുകിയാൽ ഫിലിപ്പോസ് ആവും. ഫിലിപ്പോസ് ആയാൽ പിന്നെ എന്തുമാവാം. ഏത് നായ്ക്കളുടെയും ക്രിമിനൽസിന്റെയും മുട്ടുകുത്തിക്കാവുന്ന മുട്ടുകുത്തിക്കുന്നവന്റെ ഒരുപാട് അടിയന്തരക്കാരുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. And I ashamed to tell you that. You are disgraced the entire police civil station. അല്ല, ഞാൻ പറയാൻ നോക്കട്ടെ. അവൻ ഇവിടെ പഠിച്ചെത്തിയതല്ലേ? പോലീസ് സിവിൽ സ്റ്റേഷൻ. പോലീസ് സിവിൽ സ്റ്റേഷനോ? അടിപൊളി. എന്താണ് ഇത്? എന്റെ ഗുരുവായൂര. നീ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിൽ ഞാനിത് ചോദിക്കില്ലായിരുന്നു. നീ അത് പറഞ്ഞിട്ട് പോയാൽ മതി. പഠിക്കാതെ ഇവിടെ വരത്തില്ല. പോലീസ് സിവിലൈസേഷൻ. മനുവിന്റെ കാര്യത്തിൽ നിയമമേ തോറ്റിട്ടുള്ളൂ. ഈ നരിമാൻ തോറ്റിട്ടില്ല. അങ്ങനെന്നല്ലേ? എന്റെ ഇയാളെ കൊണ്ട് ഞാൻ മടുത്ത് കേട്ടോ. ജീവിച്ചിരിപ്പുണ്ട് നരിമാൻ. ജീവിച്ചിരിപ്പുണ്ട്. അല്ല, ലെറ്റ് മീ റിമൈൻഡ് യു ദാറ്റ്. ഓർപ്പിച്ചോ? എങ്ങനെയുണ്ട്? എന്താ പേര്? എലോയ്. എവിടെയാണ്? എറണാകുളത്ത്. എവിടെ? പച്ചാളം. ഏതിലാ പഠിക്കുന്നത്? ഇപ്പൊ BCA സെക്കൻഡ് ഇയർ. പാട്ട് പാടുമല്ലോ? ഇല്ല. എന്നാ ഓക്കെ, റെഡി, ആക്ഷൻ. എവിടെയായിരുന്നു? അല്ല, ഞാൻ ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ അരയിലും പോക്കറ്റിലും തപ്പാൻ എത്ര വലിയ മര്യാദയൊക്കെ ഉണ്ടോടാ പറയുന്നത്? ഇവൻ എന്തായി ജപിക്കണേ? ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ അരയിലും പോക്കറ്റിലും ഹൈവേയിൽ വണ്ടി തട്ടി ചത്തവന്റെ അരയിലും പോക്കറ്റിലും തപ്പാൻ എത്ര വലിയ കള്ളൻ ഉണ്ടല്ലേ? മടിക്കും. ഇവൾ ഇതിനായിട്ട് തന്നെ ഇറങ്ങിയിരിക്കുമല്ലേ? അല്ല, തപ്പൂല ഉണ്ടാവില്ലേ? ഇല്ലേ? എത്ര വലിയ കള്ളൻ മടിക്കില്ല. എല്ലാം കൂടെ എന്നെ ടെൻഷൻ എടുപ്പിച്ച് കൊല്ലാൻ നോക്കിയാണല്ലേ?
അതെന്തോ അതുപോലെ എനിക്ക് മനസ്സിലായില്ല. ഒന്ന് അറയ്ക്കും. ഒന്ന് അറയ്ക്കും. അതിന് ചങ്ങത്തുള്ള ഈ ഭൂമി മലയാളത്തിൽ ഭൂമി മലയാളത്തിൽ ഒറ്റ കുത്തനേ ഉള്ളൂ. സമാരാധനായ മാണി ഫിലിപ്പോസിന്റെ പിഴച്ച അതിഥിയായ അല്ലേ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി. സമാരാധനായ മാണി ഫിലിപ്പോസിന്റെ പിഴച്ച സന്തതിയായ തോമസ് ഫിലിപ്പോസിന് പെരുങ്കള്ളൻ അഴകിയാൽ പെരുങ്കള്ളനാവും, പെരുങ്കള്ളൻ അഴകിയാൽ കൊള്ളക്കാരനാവും. തിരിച്ച് റിവേഴ്സ് പോവാണ്. റിവേഴ്സാണ്. കൊള്ളക്കാരൻ ചീഞ്ഞതായാൽ ചീനഴുകിയാൽ ഫിലിപ്പോസ് ആവും, ഫിലിപ്പോസ് ആയ എന്തു ആകാം. ഏത് നായ്ക്കളും ക്രിമിനൽസിന്റെയും മുട്ടുകുത്തി പിന്നെന്തുവാ ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് മുട്ടുകുത്താൻ ഏത് അടിയന്തരകാരൻ ഈ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. And I am ashamed to tell you that you are disgrace to this entire police civilization. മനുവിന്റെ കാര്യത്തിൽ നിയമം മാത്രം തോറ്റിട്ടുള്ളൂ. നാരിമാൻ ഇപ്പോഴും ജീവനോടുണ്ട്. Let me remind you that. അപ്പോൾ രസകരമായിരുന്നു. വളരെ കോമിക് രീതിയിൽ തന്നെ എല്ലാവരും പെർഫോം ചെയ്തു. മനോഹരമായിരുന്നു. അപ്പോൾ ഞാൻ ഒരാളെ വിളിക്കുകയാണ് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മിസ്റ്റർ അഭിജിത്ത്. അഭിജിത്ത് സ്ക്രിപ്റ്റൊക്കെ മനോഹരമായി തന്നെ പഠിച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. അതിനാണ് പ്രൈസ് തരുന്നത്. ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു മനോഹരമായ ഗിഫ്റ്റ്. അടുത്തതായിട്ട് വിളിക്കുന്നു ദീക്ഷ. ദീക്ഷ നല്ലോണം തന്നെ സ്ക്രിപ്റ്റൊക്കെ പഠിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സുന്ദരിയാണ്. കൂടുതൽ സുന്ദരിയാകാൻ വേണ്ടിയിട്ടൊരു സാധനമാണ് തരാൻ പോകുന്നത്. ബദ്രീസിൻ്റെ ഒരു പപ്പായ ഫേഷ്യൽ പാക്കാണ്. അത് നമുക്ക് മുഖത്തൊരു ബ്ലാക്ക് സ്പോട്ടോ കഴുത്തിലൊക്കെ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടല്ലോ അതിനെയൊക്കെ മാറ്റിയിട്ട് കൂടുതൽ മിനുസപ്പെടുത്തും, സൗന്ദര്യം ഒന്നുകൂടെ വർദ്ധിപ്പിക്കും. അത് മനോഹരമായ ബദ്രീസ് നൽകുന്ന ഗിഫ്റ്റ്. ഓക്കെ, ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു മിസ്റ്റർ അൻസിൽ. അൻസിലിന് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ 25,000 ഒരു ഗിഫ്റ്റ് വൗച്ചറാണ്. ഓക്കെ, യെസ്. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ ഒരു വേദിയിൽ ആദ്യം കടന്നു വരിക എന്നുള്ളതൊരു ഗട്ട്സാണ്, അതൊരു ക്വാളിറ്റിയാണ്. അത് എല്ലാവരെ കൊണ്ടും അങ്ങനെ പെട്ടെന്ന് സാധിക്കണമെന്നില്ല. ഇവിടെ അങ്ങനെ വന്ന നമ്മുടെ സുന്ദരിക്കുട്ടിയായ നല്ല മനോഹരമായി പാടിയ അപ്സയെ വേദിയിലേക്ക് വിളിക്കുകയാണ്. അപ്സയ്ക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. കൺഗ്രാറ്റ്സ്. അപ്പോൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളായിട്ട് നമ്മൾ കൊച്ചിൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു, കാക്കനാടുള്ള. ഇവിടുത്തെ കുട്ടികളൊക്കെ ഫുൾ എനർജി ആയിരുന്നു. മനോഹരമായി നമ്മളെ കൂടെ തന്നെ കോപ്പറേറ്റ് ചെയ്തു. നല്ല രസകരമായിട്ടുള്ള കമൻസുകളും ആക്ഷനും ഒക്കെ ആയിരുന്നു. നിങ്ങളൊക്കെയും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അടുത്ത ആഴ്ച മറ്റൊരു കോളേജിൽ കാണുന്നവരെയും ഗുഡ് ബൈ.